സുനാമിയാണ് തോന്നുന്നുണ്ടല്ലോ. ഈ മഴ എന്നോട്ട് എങ്ങനെയാണോ വഴി എത്തി അവിടെ എന്നിട്ട് പുതുക്കത്ത് ഒളിച്ചെന്ന മീനാണാവോ. പട്ടമ്പുരാനെ എന്നാലും കുപ്പായം കിട്ടാൻ വഴിയില്ല. സ്കൂൾ കൂട്ടി അപ്പൊ ഞങ്ങൾക്ക് മറൈൻ എക്സ്പോക്ക് കൊണ്ടുപോയി. മറൈൻ എക്സ്പോ എന്നാലും വന്നിട്ടല്ലേ ഉള്ളൂ. ഞാനൊന്നും മറിയാതെ പഠിച്ചാൽ പറ്റുമോ നോക്കട്ടെ. എല്ലാവരും ആ കന്തിക്ക് പോവാ എല്ലാം അടുപ്പിക്കാ പോണേ. തവളെ ശ്രദ്ധിച്ച് കേക്കേ. എന്താ ഞാൻ മാത്രം കണ്ടിട്ടുള്ളേ എത്താനൊന്ന് പറയാന്. ആ മുണ്ടേല് ഗ്രൗണ്ടിന്റെ ഔട്ട മതിൽമലേ ഒരു പെണ്ണുണ്ടീ മീനായിട്ട് കടക്കണേ. അവ ഞാൻ തോട്ടുന്ന് വിളിച്ചാരം റോട്ടിന്ന് വിളിച്ചൊന്നല്ലേ ഒറ്റ അടിയാണ് അടിച്ചാണ്ടല്ലോ. തവളെ ഒന്നിനത്രം പോകുന്ന പെമ്പർന്നോളൂ അയില കടക്കണ പോലെയല്ല കടക്കണേ. ഒന്നിനത്രം പോകുന്ന പെമ്പർന്നോളോ തോന്നണു. അതാ മറൈൻ എക്സ്പോന്റെ ബോഡി കാരൻ മറിയമ്മല്ല ഓളങ്ങനെ കടക്കൂല. എങ്ങനെ വെളുത്ത് തുടുത്തൊരു പമ്പർന്നോളാണ്. നോക്കിയാ ഇങ്ങനെ കടന്നിക്കണതേ. ഞാനാകെ പേടിച്ചു പോയേ. ഇങ്ങനെ കിടക്കുന്നു പറഞ്ഞ് എന്നാ ഒന്നും നോക്കണ്ട സൈൻ തന്നെയാണ്. വണ്ടിപ്പോ കയറിക്കാ പോയി നോക്കിട്ട് ബാക്കി പരിപാടിയുള്ളൂ. ഓളിപ്പോ മനുഷ്യനെ കൊണ്ട് അറിയിച്ചാ മതിൽ വന്ന് കടന്നു പറഞ്ഞിട്ട് എന്ത് ഇരുത്താതെ എന്ത് കക്കൂസ് പോയിട്ടില്ലേ. പോയി വാ ഞാൻ ഇവിടെ ഇരിക്കാം. ഇതൊന്ന് നേരത്തെ ഇരുന്നാ അവിടെ ഇരിക്കേ എല്ലാം പോയേ ഇവിടെ എവിടോ ആണനി എവിടെ കണ്ടില്ല ശരിക്കായിട്ട് കണ്ടോക്കെ. ഇവിടുത്തെ നാട്ടുകാരി അല്ല. ഞാനോട് എന്താ പറഞ്ഞു മറിയമ്മയാണ് സൈന്യം. ഇത് മറൈൻ എക്സ്പോ അല്ലേ? എനിക്ക് ഞാൻ കാണിച്ചു തരാണ്. പോയേ ഇങ്ങോട്ടോക്കെ. ഓള് മാത്രല്ല ഓള് മോള് ഇവിടെ കുത്തിറക്കുണ്ട്. ഞങ്ങളെ നമ്മൾ ഇപ്പോൾ ഉള്ളത് എടക്കര മുണ്ടയിലുള്ള മറൈൻ എക്സ്പോയിലാണ്. അപ്പൊ മാർച്ച് 28 മുതൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു 1.5 എക്സ്പോ ഇട്ടത്. അണ്ടർ വാട്ടർ ടണല്, മത്സ്യകന്യക, പെറ്റ് ഷോ, കൺസ്യൂമർ സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, അത് മാത്രമല്ല കേട്ടോ കാർണിവലിൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത സുനാമി റൈഡ്, സ്ക്രീൻ ടവർ, അങ്ങനെ ഒരു മാസത്തോളം നമ്മളെ ഫാമിലിക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ വെറൈറ്റി റൈഡുകളായിട്ടാണ് ഇപ്രാവശ്യം ഇവർ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ട് പോകുന്നുള്ളൂ നമ്മളെ എടക്കര മുണ്ടയിലുള്ള മറൈൻ എക്സ്പോ.